ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ നേതൃത്വം പരാജയമെന്നാണ് ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനം. യുവാക്കളുടെ പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുക്കാൻ സംഘടനയ്ക്കാകുന്നില്ല. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് സംഘടന മാറുന്നില്ല. സച്ചിൻ ദേവ് അടക്കം തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിച്ചത് തെറ്റായ തീരുമാനമെന്നും വിമർശനമുണ്ട്. സരീഷ് PK വിവരങ്ങളുമായി ചേരുന്നു. സരീഷ്, ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ വിമർശനമുണ്ട്. എങ്ങനെയാണ് അണികൾ പറയുന്നത്? മുക്കത്ത് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിലാണ് പ്രതിനിധികൾ കൃത്യമായ വിമർശനം മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തന്നെ പരാജയമാണ് എന്നൊരു കാര്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ കഴിഞ്ഞ 10 വർഷം അത് ഭരണത്തിൻ്റെ തണലിൽ ഒരു സംഘടന എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഭരണവും സമരവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ ജില്ലാ ഘടകവും സംസ്ഥാന നേതൃത്വവും പരാജയപ്പെട്ടിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ യുവാക്കളുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രതിസന്ധികൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിൽ സംഘടന പരാജയമാണ്. അതോടൊപ്പം തന്നെ കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ സംഘടനയിൽ ഉണ്ടാകുന്നില്ല. ജില്ലാ നേതൃത്വം എന്ന് പറയുന്നത് നഗര കേന്ദ്രീകൃതമായി മാത്രം മാറി എന്നൊരു വിമർശനം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യുവാക്കളെ, പ്രത്യേകിച്ച് വസീഫ് ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കളുടെ ജില്ലയാണ് കോഴിക്കോട്. ആ ജില്ലയിൽ കൃത്യമായി യുവാക്കളെ മുൻനിർത്തി മത്സരിപ്പിക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ MLA-മാരെ, സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കുന്നതും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുകൂടി അവർ പറഞ്ഞു വയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ സച്ചിൻ ദേവ് ഉൾപ്പെടെയുള്ളവരുടെ പരാജയം. അതായത് MLA-മാർക്ക് അടിത്തറയുണ്ടോ എന്ന് പാർട്ടി പരിശോധിച്ചില്ല, സംഘടന പരിശോധിച്ചില്ല. സച്ചിൻ ദേവിൻ്റെ പരാജയം എന്ന് പറയുന്നത് അത് പാർട്ടിയുടെ അത്തരത്തിലുള്ളൊരു വിശകലനത്തിൻ്റെ ഭാഗമായി വീഴ്ചയുണ്ടായതാണ്. സച്ചിന് അടിത്തറയുണ്ടോ, അല്ലെങ്കിൽ സച്ചിനെതിരെ വ്യക്തിപരമായ ആരോപണങ്ങളൊക്കെ ഉയർന്നപ്പോൾ അത് ചെറുക്കുന്നതിൽ പാർട്ടിക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്നുകൂടി അവർ പറയുന്നു. അതോടൊപ്പം തന്നെ ദേശീയ നേതൃത്വത്തിനെതിരെയും രൂക്ഷമായ വിമർശനമുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് എന്ന രീതിയിൽ റഹീം ഒരു ജില്ലാ സെക്രട്ടറി മാത്രമായി മാറി. ദേശീയ പ്രസിഡന്റ് എന്ന രീതിയിൽ ആക്ടിംഗ് ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ പാർട്ടിക്ക് ഒരു കേന്ദ്ര കമ്മിറ്റിയുണ്ട്, അല്ലെങ്കിൽ സംഘടനയ്ക്ക് ഒരു കേന്ദ്ര കമ്മിറ്റിയുണ്ട്. ആ കേന്ദ്ര കമ്മിറ്റി ചേരുന്നുണ്ടോ, ആ കേന്ദ്ര കമ്മിറ്റിയുടെ റോൾ എന്താണ് എന്ന് പ്രവർത്തകർക്ക് പോലും മനസ്സിലാവാത്ത ഒരു സാഹചര്യമുണ്ട്. മാറി വരുന്ന കാലഘട്ടത്തിൽ ജോലി സംബന്ധമായും പഠന സംബന്ധമായും ഒക്കെ യുവാക്കൾ വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. മോദി സർക്കാരിൻ്റെ കഴിഞ്ഞ 10-12 വർഷത്തെ കാലയളവെടുത്താൽ വലിയ രീതിയിൽ യുവാക്കൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അവിടെയെല്ലാം ഡിവൈഎഫ്ഐ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടിയിരുന്നു. പക്ഷേ അത്തരത്തിൽ ഒരു ഇടപെടലും ഇവരുടെ സംഘടനാ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുകൂടി സംഘടനാ പ്രതിനിധികൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു സമ്പൂർണ്ണ ഉടച്ചുവാർക്കൽ വേണമെന്നും സംസ്ഥാന നേതൃത്വത്തിലായാലും ദേശീയ നേതൃത്വത്തിലായാലും പ്രായപരിധിയും അതോടൊപ്പം തന്നെ യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകി പുതുമുഖങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുകൂടി സമ്മേളനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇന്ന് സമ്മേളനം സമാപിക്കുകയാണ്. പുതിയ ഭാരവാഹികളെ ഇന്ന് തെരഞ്ഞെടുക്കുകയും ചെയ്യും. ഓക്കെ, ശരി സരീഷ്, ശരി.